ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ എൻലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സീരീസിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ഡിസംബർ ജാനുവരി സമയത്ത് നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, പേപ്പർ 2 സൈക്കോളജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സാണ് എൻലൈറ്റ് എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾ വെച്ചുകൊണ്ട് യൂട്യൂബ് ക്ലാസ്സുകളും അതുപോലെ തന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള ആക്ടിവിറ്റീസും വാട്സപ്പ് ത്രൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇനിയും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇപ്പം കറൻ്റ്ലി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെമ്മറി എന്നുള്ളത്. അതിൻ്റെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ 4ാമത്തെ പാർട്ടിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നോക്കാം. PYQ 4ാമത്തെ PYQ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഏതാണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റിറ്റൻഷൻ വിത്തൗട്ട് കോൺഷ്യസ് റീകളക്ഷൻ ഓഫ് സ്കിൽസ് ഡിസ്പൊസിഷൻസ് കോൾഡ്? 2020 സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ റിറ്റൻഷൻ വിത്തൗട്ട് കോൺഷ്യസ് റീകളക്ഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ഡിസ്പൊസിഷൻ കാൾഡ്? നമ്മുടെ സ്കില്ലുകളും നമ്മുടെ ഡിസ്പൊസിഷനും ഒക്കെ വിത്തൗട്ട് കോൺഷ്യസ് നമ്മൾ റിറ്റൻഷൻ ചെയ്യാം. അപ്പം ഏതാണ് അതിന് ഉത്തരം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് ഏതാണ്? ഐക്കോണിക് മെമ്മറിയാണ്. 2ാമത്തേത് ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. 3ാമത്തേത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ്. 4ാമത്തേത് സെമാൻറ്റിക് മെമ്മറിയാണ്. ഇതിൽ ഐക്കോണിക് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ മെമ്മറിയുടെ പാർട്ട് 3 എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2, പാർട്ട് 3 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി ഡിസ്കസ് ചെയ്യാത്ത 3 ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഓപ്ഷനുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോകാം. ഒന്നാമത്തത് ഐക്കോണിക് മെമ്മറി. ഐക്കോണിക് മെമ്മറി നമുക്കറിയാം, അറ്റ്കിൻസൺ ഷിഫ്രിൻ്റെ മോഡലിൽ അദ്ദേഹം പറയുന്നതാണ് ഈ ഐക്കോണിക് മെമ്മറി എന്നുള്ളത്. സെൻസറി മെമ്മറിയുടെ 2 പാർട്ടാക്കിയിട്ട് തിരിച്ച് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാർട്ടിൽ ഒന്നാണ് ഐക്കോണിക് മെമ്മറി, പിന്നെ ഒന്ന് ഇക്കോയിക് മെമ്മറി. അതിൽ ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ വിഷ്വൽ സെൻസറി മെമ്മറി ഈസ് ഓഫൺ കോൾഡ് ഐക്കോണിക് മെമ്മറി. സ്പെർലിംഗ് 1960കളിൽ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് ഓവർവ്യൂ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 250 മുതൽ 500 മില്ലി സെക്കൻഡ്സ് ആണ്. മാസ്കിംഗ് എന്ന് പറഞ്ഞൊരു ഫിനോമിന വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐക്കോണിക് മെമ്മറി ലാസ്റ്റ് ബ്രീഫ് ടൈം പീരീഡ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ്? നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, വളരെ കുറച്ച് സമയം മാത്രമാണല്ലോ ഐക്കോണിക് മെമ്മറി ഉള്ളത്, പക്ഷെ എന്തുകൊണ്ടാണ് അത് അത്ര കുറഞ്ഞ സമയമായത്, അതുകൊണ്ട് എന്ത് യൂസാണ് നമുക്കുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സോ ഐക്കോണിക് മെമ്മറി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ഷോർട്ട് ടൈം മെമ്മറി ഓർ വർക്കിംഗ് മെമ്മറിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ വിഷ്വലായിട്ടുള്ള പെർസെപ്ഷൻ, വിഷ്വലായിട്ടുള്ള സ്റ്റിമുലസ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വർക്കിംഗ് മെമ്മറിയിലേക്കും ഷോർട്ട് ടൈം മെമ്മറിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഐക്കോണിക് മെമ്മറിയാണ്. ഐക്കോണിക് മെമ്മറി ഫിൽസ് ദ ഗ്യാപ്സ് സോ വി ഡോണ്ട് സീ വേൾഡ് ആസ് സീരീസ് ഓഫ് ബ്രോക്കൺ ഇമേജ്. നമ്മൾ ഓരോ സെക്കൻഡ്സ്, ഓരോ ഫ്രാക്ഷൻ ഓഫ് ടൈമാണ് നമ്മൾ കാണാറുള്ളത്. അതിനൊരു സീരീസ് ആയിട്ട് അതിനെ ഈ വേൾഡിനെ വളരെ കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ് എന്ത്? ഐക്കോണിക് മെമ്മറി എന്നുള്ളത്. The ability to access a visual sensory memory over a long period of time, eidetic or imagery photographic memory. Okay, so ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഐക്കോണിക് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, വാട്ട് ഈസ് ദ റിറ്റൻഷൻ വിത്തൗട്ട് കോൺഷ്യസ് റീകൾഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ഡിസ്പൊസിഷൻ. സോ ഐക്കോണിക് മെമ്മറിയിൽ ഒരിക്കലും സ്കിൽസിനെ കുറിച്ചോ ഡിസ്പൊസിഷനെ കുറിച്ചോ അതല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് 3ഉം കൂടി ബന്ധപ്പെട്ട് പറയുന്നില്ല ഐക്കോണിക് മെമ്മറിയിൽ. സോ ഒരിക്കലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ആയിട്ട് ഐക്കോണിക് മെമ്മറി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും റീകലക്ഷൻ അല്ല. സോ അവിടെ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് വായിച്ച് കഴിയുമ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് കൃത്യമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഏതൊക്കെ ഓപ്ഷൻ റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഒന്നാമത്തെ ഓപ്ഷൻ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് റിമൂവ് ചെയ്തു, ഒന്നല്ല എന്നുള്ളത്. 2ാമത്തേത് എന്താണ്? ഇംപ്ലിസിറ്റ് മെമ്മറി. നോക്കാം എന്താണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത്. എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി, അഥവാ ഇതും ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും കൂടെ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇത് രണ്ടും എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, 2 ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് ലോങ് ടൈം മെമ്മറി. ലോങ് ടൈം മെമ്മറിയുടെ 2 ഡിസ്റ്റിങ് ടൈപ്പാണ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത്. These 2 forms of memory work together but they function in unique ways and involve different areas of brain. ഇത് ടുഗദർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഐക്കോണിക്കിൻ്റെയും അതല്ലെങ്കിൽ ഇക്കോയിക്കിൻ്റെ മെമ്മറിയൊക്കെ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാണ്. പക്ഷേ അതിന് യുണീക്ക് ആയിട്ടുള്ള വേസ് ഉണ്ട്, യുണീക്ക് ആയിട്ടുള്ള ബ്രെയിനിലെ ഏരിയാസ് ഉണ്ട് 2 അതാണ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ലോങ് ടൈം മെമ്മറിയുടെ ഒരു ഡിസ്റ്റിങ്
2 ടൈപ്സ് ആണ്. ഇനി എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ആൾസോ നോൺ ആസ് ഡിക്ലറേറ്റീവ് മെമ്മറി. ചിലപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ഡിക്ലറേറ്റീവ് മെമ്മറി അഥവാ എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്നുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് കോൺഷ്യസ് തോട്ട് ആൻഡ് ദ ഇൻറ്റൻഷണൽ റീകളക്ഷൻ ഓഫ് ഫാക്ട്സ് ഓർ ഇവൻറ്റ്സ്. കോൺഷ്യസ് തോട്ട്. സോ നമ്മളെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുക, മറ്റേ ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിട്ടുള്ളത്, വിത്തൗട്ട് കോൺഷ്യസ്. സോ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, ഇൻവോൾവ്സ് കോൺഷ്യസ് തോട്ട്. നമ്മൾ കോൺഷ്യസ് തോട്ട് ആൻഡ് ദ ഇൻറ്റൻഷണൽ റീകളക്ഷൻ ഓഫ് ഫാക്ട് ഓർ ഇവൻറ്റ്. ഇപ്പം രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏത്, എക്സ്പ്ലിസിറ്റ് മെമ്മറിനെ സെമാൻറ്റിക് മെമ്മറി എന്നും എപ്പിസോഡിക് മെമ്മറി എന്നും നമുക്ക് എന്ത് ചെയ്യാം. ടൂൾവിങ്സിൻ്റെ കുറച്ച് സ്റ്റഡീസാണ് ഈ സെമാൻറ്റിക്കിലൊക്കെ വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടില്ലാത്തത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല എന്ന് മാത്രം. സെമാൻറ്റിക് മെമ്മറി ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ജനറൽ നോളജ് ലൈക്ക് നോയിങ് ദ ക്യാപിറ്റൽ ഓഫ് കൺട്രി. നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ ക്യൂസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ജനറൽ നോളജുകൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ പേപ്പർ 1 വേണ്ടിയിട്ട് ചില ജനറൽ നോളജൊക്കെ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് എന്ത്, സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. സോ ജനറൽ നോളജ് ഗെയിൻ ചെയ്യുക, അത് ക്യാപിറ്റൽ ഓഫ് കൺട്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് എനി അതർ കൺട്രി എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിക്കുന്ന അതാണ് യഥാർത്ഥത്തിൽ, അത് സ്റ്റോർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്, സെമാൻറ്റിക് മെമ്മറി എന്നുള്ളത്. എപ്പിസോഡിക് മെമ്മറി എന്താണ്, കറക്റ്റ് ഇതിൽ തന്നെ ഉണ്ട്. എപ്പിസോഡിക് മെമ്മറി എന്താണെന്നുള്ളത് എന്താണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് സ്പെസിഫിക് ഇവൻറ്റ്സ്. പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് സ്പെസിഫിക് ഇവൻറ്റ്സ് എന്നുള്ളതാണ് എന്ത്, എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. റിമെമ്പറിങ് വാട്ട് ഡിഡ് യു ലാസ്റ്റ് ബർത്ത്ഡേ. നമ്മൾ അവസാന ബർത്ത്ഡേയിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള നമ്മുടെ മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി വരുന്നത്. ഇത് എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ അണ്ടറിൽ വരുന്ന 2 ടൈപ്സ് ആണ്. ഇനി ഇംപ്ലിസിറ്റ് മെമ്മറി എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഓപ്ഷനിൽ എടുക്കുകയാണ്, ഈ എക്സ്പ്ലിസിറ്റ് വരുമോ വരൂല നിങ്ങൾ ജസ്റ്റ് ഒന്ന് തോട്ട് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഫസ്റ്റത്തെ എന്തായാലും ഐക്കോണിക് എല്ലാം നമുക്ക് ഷുവറായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നാൽ ഇംപ്ലിസിറ്റ് മെമ്മറി വരുമോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുക. നമ്മൾ വാട്ട് ഈസ് ദ റിറ്റൻഷൻ വിത്തൗട്ട് കോൺഷ്യസ് റീകളക്ഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ഡിസ്പൊസിഷൻ. ഓക്കെ, വിത്തൗട്ട് കോൺഷ്യസ്. എക്സ്പ്ലിസിറ്റ് വരുമോ വരൂല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് അതിലേക്ക് ലാസ്റ്റ് വരാം. അടുത്തത് ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. ആൾസോ നോൺ ആസ് നോൺ ഡിക്ലറേറ്റീവ് ഓർ പ്രൊസീജിയൽ മെമ്മറി. ഈ പ്രൊസീജിയൽ മെമ്മറി ടൂൾവിങ്സിൻ്റെ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നാമം കൊടുക്കുന്ന ഒന്നും കൂടിയാണ് പ്രൊസീജിയൽ മെമ്മറി എന്നുള്ളത്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. It operates without conscious awareness or often involves learned skills or habits. This kind of memory is often demonstrated through procedural skills, habits and conditioned response. എന്താണിത്, ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്തൗട്ട് കോൺഷ്യസ്. ഇംപ്ലിസിറ്റ് മെമ്മറി എന്താ പറയുന്നത്, ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്തൗട്ട് കോൺഷ്യസ് അവയർനെസ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടിയത് വിത്തൗട്ട് കോൺഷ്യസ് അവയർനെസ്. അപ്പം ഇംപ്ലിസിറ്റ് മെമ്മറി ആണോ ഉത്തരം, നോക്കാം. ആൻഡ് ഓഫൺ ഇൻവോൾവ്സ് ലേൺഡ് സ്കിൽസ് ഓർ ഹാബിറ്റ്സ്. ഓക്കെ, ലേൺഡ് സ്കില്ലുകൾ, അൺകോൺഷ്യസ് ആയിട്ടുള്ള വിത്തൗട്ട് കോൺഷ്യസ് അവയർനെസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെയാണ് എന്തിൽ വരുന്നത്, ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നത്. ദിസ് കൈൻഡ് ഓഫ് മെമ്മറി ഈസ് ഓഫൺ ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ പ്രൊസീജിയറൽ സ്കിൽസ്, ഹാബിറ്റ്സ് ഓർ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഓക്കെ, ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക് ആൻഡ് അൺകോൺഷ്യസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക് ആൻഡ് അൺകോൺഷ്യസ്. എക്സാമ്പിൾ, റൈഡിങ് എ ബൈസിക്കിൾ. When a person gets on a bike after years not practicing, they can typically ride it without having to think about how it balance or pedal. എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ അറിയാം, കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഒരിക്കലും അത് പെഡൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അത്ര പ്രയാസം ഉണ്ടാവില്ല തുടക്കത്തെ പോലെ. കാരണം എന്താ, അത് ഏത് മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇംപ്ലിസിറ്റ് അഥവാ പ്രൊസീജിയൽ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടത്. അൺകോൺഷ്യസ്ലി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്യും എന്നുള്ളതാണ് ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ പറയുന്നത്. ദ എബിലിറ്റി കംസ് ഫ്രം ഇംപ്ലിസിറ്റ് മെമ്മറി വിച്ച് സ്റ്റോർ മോട്ടോ സ്കിൽസ് ലേൺഡ് ത്രൂ റിപ്പീറ്റേഷൻ. ഓക്കെ, ഡൂയിങ് സം ആക്ടിവിറ്റീസ് വിത്തൗട്ട് കോൺഷ്യസ്ലി തിങ്കിങ് അബൌട്ട് ദ സ്റ്റെപ്സ് ഇൻവോൾവ്. ഇപ്പോൾ നമ്മൾ ഷൂ കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അവെയർ ചെയ്തിട്ടല്ല എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടോ ഫോൺ ചെയ്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഷൂവിൻ്റെ ലൈസ് കെട്ടുക, സ്റ്റെപ്പ് ആ ഒരു റുട്ടീനായിട്ട് നമ്മളങ്ങനെ ചെയ്തു പോകും. നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ചെയ്തിട്ട് ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കോൺഷ്യസ്ലി തിങ്കിങ് അബൌട്ട്
എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു സ്കില്ല് ലേൺ ചെയ്തിട്ട് അത് റിപ്പീറ്റേഷനിലൂടെ സ്കില്ല് ലേൺ ചെയ്തിട്ട് അത് പിന്നെ എന്ത് ചെയ്യും, ലൈഫ് ലോങ് നിലനിൽക്കും. ഈ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് എന്ത്, ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഐക്കോണിക് മെമ്മറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഓക്കെ, ഇത് നമ്മുടെ PYQ 4ൽ വാട്ട് ഈസ് ദ റിറ്റൻഷൻ വിത്തൗട്ട് കോൺഷ്യസ് റീകളക്ഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ഡിസ്പോസിഷൻ കോൾഡ്. എന്താണ്, ഐക്കോണിക് മെമ്മറി ഉണ്ട്, ഇംപ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, എക്സ്പ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, സെമാറ്റിക് മെമ്മറി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐക്കോണിക് നമ്മൾ അറ്റ്കിൻസൺ ഷിഫ്രിൻ്റെ മോഡലിൽ വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ സെൻസറി മെമ്മറിയുടെ 2 ടൈപ്പ് ഓഫ് ഒരുപാട് ടൈപ്പുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഐക്കോണിക് മെമ്മറി എന്ന് ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. ഇംപ്ലിസിറ്റ് മെമ്മറിയെ കുറിച്ച് പറഞ്ഞു. ലോങ് ടൈം മെമ്മറിൻ്റെ 2 ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പാന്ന് പറഞ്ഞു, ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. അതിൽ ടോൾവിങ്സിൻ്റെ സെമാറ്റിക്കും അതുപോലെ തന്നെ പ്രൊസീജിയറിലും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മെമ്മറീസിന് അതിൻ്റെ മറ്റൊരു പേരും മെമ്മറി ഉണ്ട്. പിന്നെ സെമാറ്റിക്കും എപ്പിസോഡിക്കും നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. സോ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഐക്കോണിക് മെമ്മറി. ഒരിക്കലും ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല ഐക്കോണിക് മെമ്മറി. നമ്മളെ സ്കില്ലോ ഡിസ്പോസിഷനോ ഒന്നും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കില്ല. പക്ഷേ ഇതിവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചൊന്ന് എന്താ ചെയ്യുക, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ്, ഇവിടെ നോൺ ഡിക്ലറേറ്റീവോ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നൊക്കെ തരികയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും തന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം ഒരുപോലെയുള്ള വാക്കുകളാണ് എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് എന്നുള്ളത്. സോ നമ്മൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യുക, മാറിപ്പോവാതിരിക്കാൻ പഠിക്കുക. ഇംപ്ലിസിറ്റിൻ്റെ ഉത്തരം എക്സ്പ്ലിസിറ്റ് ആയിട്ടും എക്സ്പ്ലിസിറ്റ് എന്താണെന്നുള്ളത് ഇംപ്ലിസിറ്റ് ആയിട്ടും നമ്മൾ പഠിക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. പിന്നെ സെമാറ്റിക് മെമ്മറി. സോ എന്താണ് ആൻസർ വരിക, ഇംപ്ലിസിറ്റ് മെമ്മറി. സോ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. എന്തുകൊണ്ടാണ് ഇംപ്ലിസിറ്റ് മെമ്മറി ആയത് എന്ന് പറഞ്ഞു. 2020 സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ 4 ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു, ഓരോ ക്വസ്റ്റ്യൻസ് വീതം. അപ്പം ക്വസ്റ്റ്യൻസ് അവസാനിച്ചിട്ടില്ല. മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും ഒരുപാട് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് ഡിസംബർ ആകുമ്പോൾ നമ്മുടെ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതോടുകൂടി മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് യൂണിറ്റ് 5 അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി തന്നെ സെൻസേഷൻ, പെർസെപ്ഷൻ അതേപോലെ ലേണിംഗ്, ഈ 2 ഏരിയയിൽ നിന്നുള്ള കുറച്ച് PYQs ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി യൂണിറ്റ് 5 എന്ത് ചെയ്യും, അവസാനിക്കും. ഇനി നെക്സ്റ്റ് അടുത്ത യൂണിറ്റ് നമുക്ക് നിങ്ങളുടെ ക്ലാസ്സുകളിൽ കാണാം. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓരോ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഒരുപാട് ഏരിയാസ് ഉണ്ട്, അത് നമ്മുടെ വെബിനാറിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ആ വെബിനാറൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടി വരാനിരിക്കുന്ന നെറ്റ് എക്സാം നിങ്ങൾ ഫേസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.